നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 3 ആണ്. വാട്ട് ഈസ് എ ഷോക്ക് വേവ്? ഷോക്ക് വേവിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വാട്ട് ഈസ് എ ഷോക്ക് വേവ്, വാട്ട് ആർ ഇറ്റ്സ് എഫക്ട്സ്? അപ്പോൾ എന്താണ് ഫസ്റ്റ് തന്നെ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് വേവ് റെഫേർഡ് ടു ആസ് എ സ്റ്റീപ്പ് ഫൈനൈറ്റ് പ്രഷർ വേവ്. എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റീപ്പ് ഫൈനൈറ്റ് പ്രഷർ വേവ്. പ്രഷർ വേവ് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ ഈ സ്റ്റീപ്പ് ഫൈനൈറ്റ് പ്രഷർ വേവ് നിങ്ങൾ കണ്ടിട്ടുണ്ട് എവിടെയാണ്? ഇത് കണ്ടോ, ഒരു ഡിഫ്യൂസറിൽ നമ്മൾ ഫ്ലോ ത്രൂ ഡിഫ്യൂസർ പറഞ്ഞപ്പോൾ എന്തുണ്ടായിരുന്നു? ഐസെൻട്രോപ്പിക് ഡിഫ്യൂഷനുണ്ട്, എന്താണ് അല്ലാത്തതുണ്ട്, നോൺ ഐസെൻട്രോപ്പിക് ഉണ്ട്. അപ്പോൾ റിവേഴ്സിബിൾ വരെ ഇറിവേഴ്സിബിലിറ്റി വരും. കേട്ടില്ലേ? ഇവിടെ റിവേഴ്സിബിലിറ്റി ഒന്നുമില്ല, സ്മൂത്തായിട്ടാണ് വേരിയേഷൻ. പ്രോപ്പർട്ടീസ് വേരി ചെയ്യുന്നുണ്ട്, പ്രഷർ ഇങ്ങനെ വേരി ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ കൂടി വരികയാണ്. പക്ഷേ അല്ലാതെയും സംഭവിക്കാം. സഡനായിട്ട് എന്താ വരും? സഡനായിട്ട് പ്രഷർ ചേഞ്ച്. ഇവിടെ വരെ പ്രഷർ ഉണ്ടായിരുന്നു, പെട്ടെന്ന് അങ്ങോട്ട് പ്രഷർ അങ്ങോട്ട് കൂടി ഡിഫ്യൂസറിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണ്? ഇവിടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഈ വര ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇങ്ങനെ പ്രഷർ മാറിക്കൊണ്ടിരിക്കുന്നതല്ല, ഇവിടെ ഷോക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി വരച്ചതാണ്. അത് ഇവിടെ നിന്നും ഇവിടേക്ക് പ്രഷർ വരുന്നത് സഡനായിട്ടാണ്. ചിലരത് ഇങ്ങനെ ചില ബുക്കിൽ ഡാഷ് ഇട്ട് വരയ്ക്കും. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജമ്പാണ്, സഡനായിട്ട് പ്രഷർ ചേഞ്ച്. ഒറ്റൊരു പോയിന്റിൽ വെച്ചിട്ട്, ചെറിയ പോയിന്റ് 1 mm ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ചെറിയ സ്ഥലത്ത് വെച്ചിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് സ്റ്റീപ്പ് ഫൈനൈറ്റ് പ്രഷർ വേവ് എന്ന് പറയാൻ കാരണം. ഇറ്റ് ഈസ് എ ഇറിവേഴ്സിബിൾ ഡിസ്കണ്ടിന്യൂറ്റി. ഇറിവേഴ്സിബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞല്ലോ, അത് തന്നെയാണ് സംഭവം. ഇവിടെ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡിസ്കണ്ടിന്യൂറ്റിയാണ്, ഇറിവേഴ്സിബിലിറ്റി. കണ്ട മെയിൻലി ഇത് മാക് നമ്പർ കേട്ടതാണ്. സൂപ്പർസോണിക് ഫ്ലോയിലാണ് സംഭവിക്കുക. സൂപ്പർസോണിക് ഫ്ലോ സഡനായിട്ട് സബ്സോണിക്കായിട്ട് മാറുന്നത് പൊതുവെ ഷോക്കിലൂടെയാണ്. ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ഡിസ്കണ്ടിന്യൂറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഇൻ സൂപ്പർസോണിക് ഫ്ലോ. അങ്ങനെ പറയാനും കുഴപ്പമില്ല ഡെഫിനിഷൻ. സ്പെഷ്യൽ കൈൻഡ് ഓഫ് വേവ് റെഫേർഡ് ടു ആസ് എ സ്റ്റീപ്പ് ഫൈനൈറ്റ് പ്രഷർ വേവ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ ഇറിവേഴ്സിബിൾ ഡിസ്കണ്ടിന്യൂറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഇൻ സൂപ്പർസോണിക് ഫ്ലോ. അപ്പോൾ ഈ പോയിന്റ്സ് ഫുള്ള് നിങ്ങൾ എഴുതാം ഇതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ. ഇൻ സി ഡി നോസിൽസ് ഓർമ്മയിൽ വരുന്നില്ലേ? നമുക്കൊന്ന് കാണാം. ഇതാണ് സി ഡി നോസിൽ, കൺവെർജിങ് ഡൈവർജിങ് നോസിൽ. അപ്പോൾ ഈ സി ഡി നോസിൽസിൽ ഇൻ ഡൈവർജിങ് പോർഷൻ ഏതാ? ഇതാണ് ഡൈവർജിങ് പോർഷൻ. ഉണ്ടോ? ഡൈവർജിങ് പോർഷൻ. ഇൻ ഡൈവർജിങ് പോർഷൻ ഫോർ ഓഫ് ഡിസൈൻ പ്രഷർ വാല്യൂ ഇതാണ്. ഇതാണ് ഡിസൈൻ പ്രഷർ വാല്യൂ. ഇത് അല്ലാത്തത് എന്താണ്? ഇതല്ലാതെ ഇങ്ങോട്ട് ഈ പ്രഷർ വാല്യൂ ഓഫ് ഡിസൈനാണ്. അതൊക്കെ ഓഫ് ഡിസൈനാണ്. പി എച്ച് എന്ന് പറയുന്നത് ഡിസൈൻ പ്രഷർ ഇല്ല. അപ്പോൾ ഓഫ് ഡിസൈൻ പ്രഷർ വാല്യൂവിൽ കണ്ടില്ലേ? ഓഫ് ഡിസൈൻ പ്രഷർ വാല്യൂവിൽ മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഉള്ള കേസ് പറയുന്നത്. ലെസ് ദാൻ 1 ആണെങ്കിൽ ഷോക്ക് വരില്ല. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത്ര ഷോക്ക് വരുള്ളൂ. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 ഫോർ എന്താണ്? ഇൻ ഡൈവർജിങ് പോർഷൻ ഫോർ ഓഫ് ഡിസൈൻ പ്രഷർ റേഷ്യോയിൽ വേരിയേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ഈസ് സഡൻ. കണ്ടറിയാം. ഇവിടുന്ന് പ്രോപ്പർട്ടീസ് കണ്ടില്ല. ഇവിടുന്ന് സഡൻ ആയിട്ട് മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ഓഫ് ഡിസൈൻ പ്രഷർ വാല്യൂവിൽ ഇതൊക്കെ ഓഫ് ഡിസൈനാണ്. എച്ച് ഒഴിച്ച് ഇതെല്ലാം ഓഫ് ഡിസൈനാണ്. DE ഇതെല്ലാം ഓഫ് ഡിസൈനാണ്. GFIJ. അപ്പോൾ ഓഫ് ഡിസൈൻ പ്രഷർ വാല്യൂവിൽ ഡൈവർജിങ് ഭാഗത്ത് എന്ത് വരുന്നു? വേരിയേഷൻ ഓഫ് ഫ്ലോ പ്രോപ്പർട്ടീസ് ഈസ് സഡൻ ആൻഡ് ഫ്ലോ ചേഞ്ചസ് ഫ്രോം സൂപ്പർസോണിക് ടു സബ്സോണിക്. സൂപ്പർസോണിക് ആയിരുന്ന ഫ്ലോ എന്താവും? മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളത് സബ്സോണിക്കായിട്ട് മാറുന്നത് ഇങ്ങനെയാണ്. കേട്ടോ, ഈ സംഭവം ഷോക്കാണത്. സഡനായിട്ട് ചേഞ്ച് ചെയ്യണം, സൂപ്പർസോണിക് ടു സബ്സോണിക്. ഇനി ഷോക്സ് മേ ബി നോർമൽ ഓർ ഇൻക്ലൈൻ ടു ഫ്ലോ ഡയറക്ഷൻ. അപ്പോൾ ഷോക്സ് ഒന്നില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? നോർമൽ ഷോക്ക് എന്ന് പറയുന്ന സംഭവം എന്താണ്? ഫ്ലോ ഡയറക്ഷൻ ഇതാണ്, ഷോക്ക് ഇങ്ങനെയാണ്. അപ്പോൾ 90 ഡിഗ്രി കണ്ടില്ലേ? ഇവിടെ 90 ഡിഗ്രി അതാണ് പറയുന്നത്. മേ ബി നോർമൽ എന്ന് വെച്ചാൽ 90 ഡിഗ്രി. ഷോക്സ് മേ ബി നോർമൽ ഓർ ഇൻക്ലൈൻ ടു ഫ്ലോ ഡയറക്ഷൻ. കാണിച്ചു തരാം. ഇത് ഫ്ലോ ഡയറക്ഷൻ സ്ട്രെയിറ്റ് ആണ്, ഫ്ലോ ഇങ്ങോട്ട്. പക്ഷേ ഇവിടെ വെച്ച് വളവുണ്ടായതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഷോക്ക് എന്നാണ് ഒബ്ലിക് ഷോക്ക് എന്ന് പറയുന്നത്. ചെരിഞ്ഞിരിക്കുന്ന ഷോക്കാണ്. ഷോക്ക് വേവിൻ്റെ ആ ഒരു സഡൻ ചേഞ്ചിന് പ്രോപ്പർട്ടീസ് വരുന്നത് ഈ ഒരു സ്ഥലത്ത്. ഇതിനിപ്പുറത്തുമാണ് സഡനായിട്ട് ചേഞ്ച് വരിക. അപ്പോൾ അതിനിടയിൽ വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ് ഈ വരച്ചിട്ടുള്ളത് നമ്മൾ. ഷോക്ക് എന്നുള്ളത് ചെറിയൊരു പറയില്ലേ, 0.1 mm ആ ഒരു ഗ്യാപ്പിലാണ് ഇത് സംഭവങ്ങൾ സംഭവിക്കുക. ചേഞ്ച് ഇൻ പ്രഷർ പ്രോപ്പർട്ടീസൊക്കെ. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആംഗിൾ എത്രയാണ്? ഇവിടെ ഫ്ലോ ഡയറക്ഷൻ്റെ ആംഗിളിൽ നിന്ന് വ്യത്യാസമുണ്ട്. 90 ഡിഗ്രി അല്ല, 90 ഡിഗ്രിനേക്കാളും വ്യത്യാസമുണ്ട്. ഫ്ലോ ഡയറക്ഷൻ്റെ ആംഗിളിൽ നിന്ന് വ്യത്യാസമുണ്ട്. ആംഗിൾ 90 ഡിഗ്രി അല്ല ഇവിടെ. അപ്പോൾ ഇത് ഒബ്ലിക് ഷോക്ക്. പിന്നെ ഉള്ളത് എന്താണ്? അറ്റാച്ച്ഡ് ഷോക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിലൊരു പോയിൻറ്റുമായിട്ട് കണ്ട ഇത് പറഞ്ഞ പോലെ വരുന്നതാണ് അറ്റാച്ച്ഡ് ഷോക്ക്. ഈ ഡിറ്റാച്ച്ഡ് ഷോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലാതെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഷോക്സ് മേ ബി നോർമൽ ഓർ ഇൻക്ലൈൻ ടു ഫ്ലോ ഡയറക്ഷൻ. ഇൻ ടർബോ മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്?
ഇത് കണ്ടില്ലേ, ടർബൈൻ കംപ്രസർ ഇതൊക്കെ ടർബോ മെഷീനിൽ പെടും. അപ്പോൾ ഇതിൽ കണ്ടില്ലേ കുറേ ബ്ലേഡ്സ് കണ്ടില്ലേ, സ്റ്റാറ്റർ ബ്ലേഡ്സ് ഉണ്ട്, റോട്ടർ ബ്ലേഡ്സ് ഉണ്ട്. ഇത് ചിലത് കറങ്ങുന്നതാണ്, ചിലത് ഇത് ആൾട്ടർനേറ്റീവായിട്ട് വയ്ക്കുക, കറങ്ങുന്നതും കറങ്ങാത്തതും, കാരണം ഫ്ലോനെ റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ടർബോ മെഷീൻസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഉള്ള മെഷീനുകളാണ് ടർബൈൻസ്, കംപ്രസർ. ടർബോ മെഷീൻസിൽ ഏരിയാസ് ആൻഡ് പ്രൊഫൈൽസ്, ഏരിയ ആൻഡ് പ്രൊഫൈൽ, ഇതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ, ഇവിടുത്തെ ഗ്യാപ്പ് ഉള്ള ഏരിയ, ആൻഡ് പ്രൊഫൈൽ, ഇതിൻ്റെ പ്രൊഫൈലിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, ഇതിൻ്റെ ഷേപ്പിൻ്റെ ആംഗിൾ ഓഫ് ഫ്ലോ പാസേജസ്, ഫ്ലോ പാസേജ് ഫ്ലോ ഇതിലൂടെ പോകുന്നു. പക്ഷേ സാർ ഇൻകറക്റ്റ്ലി ഡിസൈൻഡ്, കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഗ്രാഫ് കണ്ടില്ലേ, നേരത്തെ കണ്ട ഇതെവിടെയാണ് കണ്ടത്, CD നോസിൽസിൽ കണ്ടില്ലേ, CD നോസിൽസിൽ കണ്ടത് കണ്ടോ, ഇവിടെ ഇതാണ്, ഇത് ഡിസൈൻ പ്രഷർ, ഡിസൈൻ വാല്യൂ ഇതാണ്, ഡിസൈൻ പ്രഷർ ഇതാണ്, ഡിസൈൻ പ്രഷർ H എന്നുള്ള പ്രഷറാണ് കൊടുക്കേണ്ടത്, ബാക്ക് പ്രഷർ, അല്ലാത്ത ലോ ഓഫ് ഡിസൈൻ എന്ന് പറയില്ല. അപ്പോൾ പ്രഷർ റേഷ്യോ അല്ലെങ്കിൽ ആ പ്രഷർ വരുന്നത് ഈ വാല്യൂ വന്നാൽ മാത്രമാണ് കറക്റ്റ് സ്മൂത്തായിട്ട് ഇത് സൂപ്പർസോണിക്കായിട്ട് തന്നെ ത്രൂ ഔട്ട് സൂപ്പർസോണിക്കായിട്ട് ഇതിൽ കൂടെ ഫ്ലോ ആക്സലറേറ്റ് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സഡനായിട്ട് ഷോക്ക് വരും. അപ്പോൾ ഈ സംഭവം, ഈ ഒരു ഷേപ്പിന് നേരെ വരുന്ന ഇതേ സംഭവം തന്നെയാണ് എന്ത് ഇതിനുള്ളിൽ സംഭവിക്കുന്നത്. ഇതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, ഇതിനുള്ളിൽ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ വേരിയസ് ആൻഡ് പ്രൊഫൈൽസ് ഓഫ് ഫ്ലോ പാസേജസ് ആർ ഇൻകറക്റ്റ്ലി ഡിസൈൻ, ദേ മേ കോസ് എന്താണ് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ. ബൗണ്ടറി ലെയർ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, പണ്ട് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ കണ്ടുണ്ടാവും ബൗണ്ടറി ലെയർ സെപ്പറേഷൻ. ഇത് ബൗണ്ടറിയിൽ നിന്നും ആ ഫ്ലോ, ഒരു നോർമൽ ഫ്ലോ ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഫ്ലോ ഇനി വേറൊരു ഫ്ലോ കുറച്ച് ഭാഗം ഇങ്ങനെ ബാക്ക് ഫ്ലോ അല്ലെങ്കിൽ കറക്കം ഇങ്ങനെ വരും. അതില്ല ഇവിടെ വേറെ നോർമൽ ഫ്ലോ കൊണ്ട് 2 ഫ്ലോ വരും, ഒരു ഫ്ലോ ഇങ്ങോട്ട് ഒരു ഫ്ലോ വേറെ ഇവിടെയും വരും, 2 ഫ്ലോ. അപ്പോൾ അങ്ങനെ വരുന്നതാണ് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബൗണ്ടറി ലെയർ സെപ്പറേഷൻ സംഭവിക്കും. പിന്നെ എന്താണ് ലോസ് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ, P0 വ്യത്യാസം വരും, P01 = P02 ആയിരിക്കില്ല. പിന്നെ ഇൻക്രീസ് ഇൻ എൻട്രോപ്പി എന്താണ് ഗ്രേറ്റർ ദാൻ 1, എൻട്രോപ്പി ചേഞ്ച് വരും, അതായത് S2 ഗ്രേറ്റർ ദാൻ S1 വരും. ആഫ്റ്റർ ഇത് എന്ത് വരും, എൻട്രോപ്പി കൂടുതലായിരിക്കും, ബിഫോർ ഷോക്ക് എൻട്രോപ്പി കുറവായിരിക്കും. അപ്പോൾ എൻട്രോപ്പി ചേഞ്ച് വരുന്നതുകൊണ്ടാണ് സ്റ്റാഗ്നേഷൻ പ്രഷറിൽ ലോസ് വരുന്നത്. റെഡ്യൂസിങ് എഫിഷ്യൻസി ഓഫ് മെഷീൻ എന്താണ് ഷോക്ക് എക്സ്പീരിയൻസിങ് ഷോക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന മെഷീൻസിൻ്റെ എഫിഷ്യൻസി ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി അൺഡിസറബിൾ ഇഫക്ട്സ് ഓഫ് ഷോക്കിന് അൺഡിസറബിൾ എഫക്ട്സും ഉണ്ട്, ഡിസറബിൾ എഫക്ട്സും ഉണ്ട്. അൺഡിസറബിൾ എഫക്ട്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സോണിക് ബൂം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കണ്ടിട്ടുണ്ടായിരിക്കും സോണിക് ബൂമിനെ പറ്റി. എയർപ്ലെയിൻ മാർക്കും വേണ്ടില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ക്ലൗഡ്സ് ഫോം ചെയ്യുന്ന ഇത് ഭയങ്കര സൗണ്ടും ഉണ്ടായിരിക്കും, ഭയങ്കര സൗണ്ടും ഉണ്ട്, ഇങ്ങനത്തെ ഒരു വിഷ്വലി ഒരു സംഭവം ഉണ്ടായിരിക്കും. അതാണ് സോണിക് ബൂം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോണിക് ബൂം ക്രിയേറ്റഡ് ബൈ സൂപ്പർസോണിക് പ്ലെയിൻസ് ഭയങ്കര സൗണ്ടാണ്, ഭയങ്കര ശല്യമാണ്, അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, ഭയങ്കര സൗണ്ടായിരിക്കും. അതും പിന്നെന്താണ് ബ്ലാസ്റ്റ് വേവ്സ് ക്രിയേറ്റഡ് ബൈ എക്സ്പ്ലോഷൻ, പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബ്ലാസ്റ്റ് വേവ്സ് കണ്ടില്ലേ, ബ്ലാസ്റ്റ് നടക്കുമ്പോൾ ഒരു വേവ് ഇങ്ങനെ ചില വീഡിയോസ് കണ്ടുണ്ടാവും, ഇങ്ങനെ വേവ് ഇങ്ങനെ വരും, അതാണ് ബ്ലാസ്റ്റ് വേവ്. അപ്പോൾ ബ്ലാസ്റ്റ് വേവ്സ് ജനറേറ്റഡ് ഇൻ എക്സ്പ്ലോഷൻ, ഇതൊക്കെ എന്താണ് ഷോക്ക് വേവ്സ് ആണ്, അൺഡിസറബിൾസ് ഓഫ് ഷോക്ക്. ഇനി ഡിസറബിൾ എഫക്ട്സ് ഓഫ് ഷോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സംഭവം, ഇതൊക്കെ നമുക്ക് ഉപദ്രവമാണ്, നമുക്ക് ആവശ്യമില്ല, ഒന്നും താല്പര്യമില്ല. ഇനി ഈ ബ്ലാസ്റ്റ് വേവ്സ് കാരണം ബിൽഡിങ്ങിന് വരെ പ്രശ്നങ്ങൾ വരുന്ന നമ്മൾ കേട്ടിട്ടില്ലേ, തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് വരുമ്പോൾ അത് ചില്ല് പൊട്ടുന്നൊക്കെ പറയുന്നില്ലേ. ഇനി ഡിസറബിൾ ഇഫക്ട്സ് ഓഫ് ഷോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഷോക്ക് ട്യൂബ് എന്ന് പറയുന്നത് ഇതാണ് ഷോക്ക് ട്യൂബ്. ഇതിനെ പറ്റി നമ്മൾ ലാസ്റ്റ് 6th മൊഡ്യൂളിൽ പഠിക്കും കേട്ടോ. 6th മൊഡ്യൂളിൽ വിശാലമായിട്ട് പറയുന്നുണ്ട് ഷോക്ക് ട്യൂബിനെ പറ്റി. ഏകദേശം രൂപം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞോളൂ. അപ്പോൾ ഈ ഷോക്ക് ട്യൂബ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് കണ്ടില്ലേ, യൂസ് ടു സ്റ്റഡി ഫ്ലോ ബിഹേവിയർ അറ്റ് ഹൈ മാക് നമ്പറിലുള്ള ഫ്ലോയിലുള്ള സ്റ്റഡി നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിലെങ്ങനെ സംബന്ധിച്ച് സ്ട്രോങ് മൂവിങ് ഷോക്ക് ആക്സലറേറ്റ് ഫ്ലോ ടു ഹൈ മാക്. അപ്പോൾ ഷോക്ക് വഴിയാണ് ഹൈ മാക് നമ്പർ എത്തിക്കുന്നത്. അതായത് നമ്മളല്ലാതെ ഉണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഗ്രാജ്വലി പ്രഷർ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എന്താണ് ലെങ്ത്തൊക്കെ വേണ്ടി വരും. അതിന് പകരം എന്ത് ചെയ്യുന്നത്, ഒരു ഷോക്ക് വഴി സഡൻ ചേഞ്ചിന് വരും, സഡനായിട്ട് മാക് നമ്പർ അങ്ങോട്ട് ഒരു ജമ്പ് വരുന്നു, വെലോസിറ്റി കൊണ്ട് ജമ്പ് വരുന്നു. പിന്നെ സൂപ്പർസോണിക് കംപ്രസറിൽ ഷോക്ക് ട്യൂബിൽ ഉപയോഗിക്കുന്നുണ്ട്, സൂപ്പർസോണിക് കംപ്രസറിൽ ഉപയോഗിക്കുന്നുണ്ട്. സൂപ്പർസോണിക് കംപ്രസറിൽ, അപ്പോൾ കംപ്രസർ നിങ്ങൾ നേരത്തെ കണ്ടുണ്ടായിരിക്കും, കംപ്രസർ ഉണ്ടല്ലേ സൂപ്പർസോണിക് കംപ്രസറിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ഗെറ്റ് ഹൈ പ്രഷർ റേഷ്യോ.
പ്രഷർ റേഷ്യോ ഒരു സ്റ്റേജിൽ ഒറ്റ സ്റ്റേജിൽ തന്നെ 10.0 എന്നുള്ള പ്രഷർ റേഷ്യോയ്ക്കും ഒറ്റ സ്റ്റേജിൽ തന്നെ, അതായത് മുമ്പത്തെ പ്രഷർ ബൈ ആഫ്റ്റർ പ്രഷർ ബൈ എന്താണ് P2/P1. ആ റേഷ്യോ 10 എന്ന് പറയുമ്പോൾ ആദ്യം ഉള്ളത് 1 ആണെങ്കിൽ രണ്ടാമത് അതിന് ശേഷം എക്സ്പാൻഷൻ ഈ കംപ്രസർ അതിന് ശേഷം ഉള്ളത് കംപ്രഷന് ശേഷം വരുന്നത് 1 ബാറിനെ 10 ബാറിലേക്ക് ഒറ്റയടിക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ ഇതെവിടെ ഉപയോഗിക്കുന്നത്? യൂസ് ഇൻ സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് ടു ഒബ്റ്റെയിൻ ഹൈ പ്രഷർ റേഷ്യോ ഇൻ ആക്സിൽ കംപ്രസറിനുണ്ടല്ലേ, ആക്സിൽ കംപ്രസറിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര പോയിൻറ്റ്സാണ് നമ്മൾ വാട്ട് ഈസ് എ ഷോക്ക് വേവ്, വാട്ട് ആർ ഇഫക്ട്സ് എന്നൊക്കെ പറയുമ്പോൾ പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതാണ് സ്പെഷ്യൽ കൈൻഡ് ഓഫ് എ വേവ് ആണ്, സ്റ്റീപ്പ് ഫൈൻഡ് പ്രഷർ വേവ് ആണ്, റിവേഴ്സിബിൾ ഡിസ്കണ്ടിന്യൂറ്റി പ്രോപ്പർട്ടി സൂപ്പർസോണിക് ഫ്ലോ ആണ്. CD നോസിൽസിൽ ഇങ്ങനെ സംഭവിക്കും. ഓഫ് ഡിസൈൻ പ്രഷർ വാല്യൂവിൽ വേരിയേഷൻ ഫ്ലോ പ്രോപ്പർട്ടി സഡൻ ആയിരിക്കും. ഫ്ലോ സൂപ്പർസോണിക് ആവും. ഷോക്ക് എന്താണ് നോർമൽ ഉള്ളതുകൊണ്ട് ഇൻക്ലൈൻഡ് ഉള്ളതുകൊണ്ട് ടർബോ മെഷീനിൽ ഏരിയ പ്രൊഫൈൽ ശരിക്കും ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ വെന്റിലേറ്റർ സെപ്പറേഷൻ ഉണ്ടാവും, ലോസ് ഇൻ ട്രാൻസിഷൻ പ്രഷർ ഉണ്ടാവും, ഇൻക്രീസ് ഇൻ എൻട്രോപ്പി ഉണ്ടാവും, റെഡ്യൂസ് എഫിഷ്യൻസി ഓഫ് മെഷീൻ ഉണ്ടാവും. ഇനി അൺട്രേസബിൾ എഫക്ട് ഓഫ് ഷോക്ക് എന്താണ്? സോണിക് ബൂം എങ്ങനെ ഉണ്ടാകുന്നത്, ബ്ലാസ്റ്റ് വേവ് എങ്ങനെ ഉണ്ടാകുന്നത്, ഡിസറബിൾ എഫക്ട് ഓഫ് ഷോക്ക് ട്യൂബിൽ, സൂപ്പർസോണിക് കംപ്രസറിൽ. ഷോക്ക് ട്യൂബ് എന്തിനാണ് വേണ്ടി, ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ, എന്ത് വേണ്ടി ഉപയോഗിക്കുകയാണ്. സൂപ്പർസോണിക് കംപ്രസർ എന്താണ്, ജസ്റ്റ് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്ട് ഈസ് എ ഷോക്ക് വേവ് എന്നുള്ളതിൻ്റെ മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ പറയാം.